സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ മമ്മൂട്ടി മികച്ച നടനായി. മലയാളത്തിന്റെ മഹാനടൻ 7ാം തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയപ്പോൾ അവാർഡുകൾ വാരിക്കൂട്ടി മഞ്ഞുമൽ ബോയ്സ് മികച്ച ചിത്രമായി. സംവിധായകൻ, തിരക്കഥയടക്കം 10 അവാർഡുകളാണ് മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചത്. ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയിലൂടെ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി വീണ്ടും മികച്ച നടനായി. ഫെമിനിച്ചി ഫാത്തിമയിലൂടെ പ്രകടനത്തിലൂടെ ഷംല ഹംസയാണ് മികച്ച നടി. മികച്ച നടനുള്ള പുരസ്കാര നിർണയത്തിൽ ആസിഫ് അലിയും ടൊവിനോ തോമസുമാണ് മമ്മൂട്ടിയോട് മത്സരിച്ചത്. ദേശീയ പുരസ്കാര ജൂറി മമ്മൂട്ടി അർഹിക്കുന്നില്ലെന്ന ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ വാക്കുകളും അതിനിടെ ശ്രദ്ധേയമായി. ആദ്യം നോക്കാം RD Extra. അരനൂറ്റാണ്ടുകാലത്തെ അഭിനയ ജീവിതത്തിൽ സമാനതയില്ലാത്ത കഥാപാത്രം. ആരാധകർ ആവേശത്തോടെ ഏറ്റെടുത്ത കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തിലൂടെ മമ്മൂട്ടിയെ തേടി വീണ്ടും സംസ്ഥാന ചലച്ചിത്ര അംഗീകാരമെത്തി. 7ാം തവണയാണ് മികച്ച നടനാകുന്നത്. ഫെമിനിച്ചി ഫാത്തിമയിലൂടെ ഷംല ഹംസ മികച്ച നടിയായി. മികച്ച നടനുള്ള പ്രത്യേക പരാമർശം ടൊവിനോ തോമസിനും ആസിഫ് അലിക്കുമാണ്. ജ്യോതിർമയിക്കും ദർശന രാജേന്ദ്രനുമാണ് മികച്ച നടിക്കുള്ള പ്രത്യേക പരാമർശം. സൗബിൻ ഷാഹിറും സിദ്ധാർത്ഥ് ഭരതനും സ്വഭാവ നടനുള്ള പുരസ്കാരം പങ്കുവച്ചപ്പോൾ ലിജോ മോൾ സ്വഭാവ നടിയായി. മഞ്ഞുമൽ ബോയ്സിലൂടെ ചിദംബരം മികച്ച സംവിധായകനായി. പ്രേമലുവാണ് ജനപ്രിയ ചിത്രം. ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ചെയ്ത ഫാസിൽ മുഹമ്മദാണ് മികച്ച നവാഗത സംവിധായകൻ. ഗാനരചയിതാവിനുള്ള അവാർഡ് വേടൻ സ്വന്തമാക്കി. ഹരിശങ്കർ മികച്ച ഗായകനും സെബ ടോമി ഗായികയുമായി. മഞ്ഞുമൽ ബോയ്സിലൂടെ മികച്ച ദൃശ്യവിരുന്നൊരുക്കിയ ഷൈജു ഖാലിദിനാണ് മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം. 128 ചിത്രങ്ങൾ മത്സരത്തിനെത്തിയെങ്കിലും 38 സിനിമകളാണ് നടൻ പ്രകാശ് രാജ് അധ്യക്ഷനായ അന്തിമ ജൂറിയുടെ മുൻപാകെ വന്നത്. 2 ദിവസം മുൻപാണ് ജൂറി സ്ക്രീനിംഗ് പൂർത്തിയാക്കിയത്. RD Extra ന്യൂസ് മലയാളം. താനും ഒരു യുവതാരമാണെന്നും പുരസ്കാരം നേടിയ മറ്റെല്ലാവരെയും അഭിനന്ദിക്കുന്നുവെന്നും നിറഞ്ഞ ചിരിയോടെ മമ്മൂട്ടിയുടെ ആദ്യ പ്രതികരണം. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അമൽനിര ടീമിന് അഭിനന്ദനങ്ങൾ. മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കിട്ടാത്തവർക്ക് അങ്ങനെ ഇപ്പൊ പ്രതീക്ഷിച്ചിട്ടല്ലോ ചെയ്യുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. താങ്ക് യു. പുരസ്കാര നേട്ടം വലിയ ബഹുമതിയാണെന്ന് മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഷംല ഹംസ. ഒരുപാട് സന്തോഷം തോന്നുന്നു. എങ്ങനെയാണ് ഈ സന്തോഷം ആസ്വദിക്കേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണിപ്പോൾ. എൻ്റെ ഫാമിലിനോടാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നന്ദി പറയാനുള്ളത്. കൂടാതെ ഈ സിനിമയിലെ എല്ലാവർക്കും. മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കാത്തതിൽ നിരാശയുണ്ടെന്ന് ആസിഫ് അലി പറഞ്ഞു. തുടർ പരിശ്രമത്തിന് നേട്ടം ആത്മവിശ്വാസം പകരുമെന്നും ആസിഫ് അലി. സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ കിട്ടുക എന്നുള്ളതും. മുന്നോട്ടുള്ള പോക്കിന് വലിയൊരു ധൈര്യം തരുന്നത് കൂടിയാണിത്. അപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. സിനിമയിൽ വന്ന് ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നതും ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരമാണ്. പുരസ്കാരം വലിയ അംഗീകാരമെന്ന് മികച്ച നടിക്കുള്ള പ്രത്യേക പരാമർശം ലഭിച്ച ജ്യോതിർമയും പ്രതികരിച്ചു. നാളിന് ശേഷം എനിക്കൊരു നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ അവസരം കിട്ടി. അതിൽ ഇങ്ങനെ ഒരു റെക്കഗ്നിഷൻ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ബോണസ് തന്നെയാണ്, ഒരു വലിയൊരു അംഗീകാരമാണ്. എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. അവാർഡ് കിട്ടിയ മമ്മൂക്കയ്ക്കും ഷംല ഹംസ, അതുപോലെ അതിനകത്ത് നോമിനേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും എനിക്ക് തോന്നുന്നു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. എല്ലാവരും നല്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതേസമയം മഞ്ഞുമലിന്റെ നേട്ടം ടീം വർക്കിന് ലഭിച്ച അംഗീകാരമെന്ന് മികച്ച സ്വഭാവ നടനായി തെരഞ്ഞെടുക്കപ്പെട്ട സൗബിൻ ഷാഹിർ. വളരെയധികം സന്തോഷം. കാരണം ഞങ്ങൾ അത്രയധികം വർക്ക് ചെയ്തതിൻ്റെ ഒരു ഒരു സന്തോഷം ഇതിങ്ങനെ അവാർഡിലൂടെ അത് കിട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും അത് പറഞ്ഞറിയാൻ തീരാത്തതാണ്. അത്രയധികം സന്തോഷമുണ്ട്. ടി വിയിൽ കണ്ടപ്പോൾ തന്നെ ഓരോ അവാർഡ്സിനും ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ മഞ്ഞൾ പേരൊക്കെ വളരെയധികം സന്തോഷം. ഇത്ര പ്രതീക്ഷിച്ചില്ല. അതേസമയം ദേശീയ ചലച്ചിത്ര ജൂറികൾ മമ്മൂട്ടിയെ അവഗണിക്കുന്നതിന് കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് ജൂറി ചെയർമാൻ പ്രകാശ് രാജ് നൽകിയത്. അവരൊന്നും മമ്മൂട്ടിയെ അർഹിക്കുന്നില്ലെന്ന് പ്രകാശ് രാജ് തുറന്നടിച്ചു. But still, when you look at the performing levels of these things and Mammuka's sheer presence and the nuances, he did not act, the sort of nuances he brings in is very, I'm very jealous of him, and I think he deserved that control on performances, which is a lesson, and I think youngsters should just adore him and follow him and try to reach that.
ഹർഷൻ, അപ്പോൾ മമ്മൂട്ടി, ഷംല, മഞ്ഞുമൽ ബോയ്സ്, ആസിഫ് അലി, ടൊവിനോ തോമസ് വലിയ നിരയാണ്. എങ്ങനെ വിലയിരുത്തുന്നു 2024 ചലച്ചിത്ര പുരസ്കാരത്തെ? ഞാൻ ഈ 2024 ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്ന വേദിയുണ്ടല്ലോ, സമ്മാനിക്കുന്ന വേദി, ആ സമ്മാനിക്കുന്ന വേദിയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. കാരണം അത് ഇത്രയധികം താരങ്ങൾ കൂടി ആ നിലയ്ക്ക് കൂടി പറയണമല്ലോ. അതായത് ഈ ജനപ്രിയ താരങ്ങൾ അണിനിരക്കുന്ന ഒരു വേദിയായി അത് മാറും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെയല്ല സാധാരണ ഈ അതിൻ്റെ ഒരു പ്രഖ്യാപനം വരുമ്പോൾ പല മറ്റ് സിനിമകളൊക്കെ കയറി വരാറുണ്ട്, ആ നിലയ്ക്കൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇത്തവണ ഉള്ള ഒരു പ്രത്യേകത, 128 സിനിമകൾ മത്സരിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത, അതിൽ കലാമൂല്യമുള്ള സിനിമകളുടെ പട്ടികയിൽ ഈ ജനപ്രിയ സിനിമകൾ തന്നെ പ്രാധാന്യത്തോടെ വന്നു എന്നുള്ളതാണ്. അതായത് അതുവരെയുള്ള റെക്കോർഡുകൾ ഭേദിച്ച കളക്ഷൻ നേടിയ സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. ആ സിനിമയ്ക്ക് 10 അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അതായത് പലരും ചോദിക്കും, ഇപ്പോൾ നമ്മൾ ഈ വേദിയെക്കുറിച്ച് പറയുമ്പോൾ ആ വേദിയിൽ ഒത്തിരി താരങ്ങൾ അണിനിരക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞത് ഇത് എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തിട്ടായിരിക്കുന്നു. അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ വീതം വെച്ച് കൊടുത്തിട്ടുള്ള ഒരു അവാർഡ് അല്ല ഇത്. അതിനേറ്റവും വലിയ തെളിവാണ് മഞ്ഞുമൽ ബോയ്സ്. 10 അവാർഡ് ആണ് കിട്ടിയിരിക്കുന്നത്. മികച്ച സിനിമ, മികച്ച സംവിധായകൻ, അങ്ങനെ തിരക്കഥ, അങ്ങനെ അത്രയധികം അവാർഡുകൾ. പലപ്പോഴും പല പ്രധാനപ്പെട്ട അവാർഡുകളിലും ഈ മട്ടിൽ തന്നെയാണ് പരിഗണന ഉണ്ടാവാറ്. കാരണം അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ വരുമ്പോഴാണല്ലോ പലപ്പോഴും ഒരു സിനിമ അതിൻ്റെ ഒരു എല്ലാ അർത്ഥത്തിലും എല്ലാ അംശത്തിലും അത് പൂർണ്ണതയോടെ വരുമ്പോഴാണ് ഒരു മികച്ച സിനിമയായി മാറുക. ആ മികച്ച സിനിമയ്ക്കാണ് പലപ്പോഴും അംഗീകാരം ആ നിലയ്ക്ക് ലഭിക്കുക. ആ അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇത് എല്ലാവർക്കും എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാവുന്ന ഒരു കാര്യം. അതായിരുന്നല്ലോ മഞ്ഞുമൽ ബോയ്സ്. എന്തായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അറിയാവുന്ന ഒരു ക്ലൈമാക്സ് ഒരു സിനിമയായി ചെയ്ത് അത് ഇത്രയും വലിയ വിജയമാവുക, അതിൽ ആദ്യന്തം പ്രേക്ഷകനെ തിയേറ്ററിൽ മുൾമുനയിൽ നിർത്തുക, ഇതൊക്കെ അസാധ്യമായ സംഗതിയാണ്. അത്ര വലിയ ക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പൂർണ്ണതയിൽ അങ്ങനെ ഒരു സിനിമ സാധ്യമാവൂ. അത് സംഭവിച്ചു എന്നതുകൊണ്ടാണ് അത് ആ സിനിമയ്ക്ക് ഇത്രയധികം പരിഗണനയും ഇത്രയധികം അവാർഡുകളും കിട്ടിയത്. കാരണം അതെല്ലാ തലത്തിലും അത് ആ നിലയ്ക്ക് പ്രവർത്തിച്ചു. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഫെമിനിച്ചി ഫാത്തിമയിൽ ഷംലയ്ക്ക് കിട്ടിയ അവാർഡിനെ കുറിച്ചാണ്. കാരണം ചെറു സിനിമകളെ ആ നിലയ്ക്ക് പരിഗണിക്കുന്നു എന്നുള്ള ഒരു കാര്യം, അതിന് കൈ കൊടുത്തത് ആരാണ്? അത് ദുൽഖർ സൽമാനാണ് ആ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, തിയേറ്ററുകളിലേക്ക് എത്തിച്ചത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അതായത് അത്തരം ചെറു സിനിമകളെ കൂടി കൈപിടിച്ചുയർത്താൻ തക്കവണ്ണം മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ മനസ്സിൻ്റെ വലിപ്പവും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വേറൊരു തരത്തിലാണ് ആ ഇൻഡസ്ട്രി മൊത്തത്തിൽ ഒരു നിലവാരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. 2024 ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഏറ്റവും ഉജ്ജ്വലമായ വർഷങ്ങളിലൊന്നാണ്. അതിൻ്റെ റിസൾട്ട് അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ജനപ്രിയ സിനിമയായിട്ട് പ്രേമലു വരുന്നത് സ്വാഭാവികമാണ്. അതിനകത്ത് മറ്റൊന്നും പറയാനില്ല. പലപ്പോഴും പല അവാർഡുകളും പ്രഖ്യാപിക്കുമ്പോൾ ജനപ്രിയ സിനിമയായിട്ട് ചില സിനിമകളൊക്കെ വരുന്നത് നമ്മൾ തലയിൽ കൈവച്ചിരിക്കാറുണ്ട്. ഇതെങ്ങനെ ജനപ്രിയമായി എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ ആ ജനപ്രിയ സിനിമ എന്ന വിഭാഗത്തിൽ പ്രേമലുവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിലെനിക്ക് തോന്നിയ ഒരു കാര്യം, ഇദ്ദേഹം ജൂറി ചെയർമാൻ പ്രകാശ് രാജ് പറഞ്ഞതുണ്ടല്ലോ, എന്നെ വിളിക്കുമ്പോൾ ആരും കൈകടത്തില്ല എന്നുള്ള ഒരു ഉറപ്പാണ് എനിക്ക് കിട്ടിയത് അവാർഡ് നിർണയത്തിൽ നിന്ന്. സ്വാഭാവികമായും നമ്മളൊക്കെ മനസ്സിൽ കരുതുന്ന പോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ആ സിനിമകളിലൊരു അവാർഡ് പ്രഖ്യാപനം വന്നതെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കൊറ്റ കാര്യമേ ഉള്ളൂ, അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ആസിഫ് അലിയും മമ്മൂട്ടിയും തമ്മിലായിരിക്കും മത്സരം എന്ന് നമ്മൾ കരുതിയെങ്കിൽ ഏറ്റവും ഒടുവിൽ മമ്മൂട്ടി മികച്ച നടനായി വരുമ്പോൾ നമ്മൾ അറിയുന്നത് ടൊവിനോ കൂടി അവിടെ ഉണ്ടായിരുന്നു. ടൊവിനോയും മത്സരരംഗത്ത് അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. ARMൻ്റെ ഒരു സ്വഭാവം പല കാലങ്ങളിലെ പല ക്യാരക്ടറിനെ ഒരുമിച്ച് ടൊവിനോ ആ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ആ മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ അതിഗംഭീരമായിട്ട് വന്നതാണ്. അപ്പോൾ അതെല്ലാം ആ നിലയ്ക്ക് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടാവാം. അതേസമയം ഭ്രമയുഗത്തിലെ ആസിഫ് അലിയുടെ പ്രകടനവും നമ്മൾ ഒരു തരത്തിലും മാറ്റിവെക്കാൻ പറ്റുന്നതല്ല. കാരണം നമ്മൾ ഈ ഹൃദയത്തിൽ കൊളുത്തി വലിച്ചു നിർത്തുന്നത് പോലത്തെ ഒരു സിനിമയാണത്. ആ സിനിമയിൽ ആ വികാരത്തെ പൂർണ്ണമായും പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം നമ്മൾ ആ സിനിമ കണ്ടിറങ്ങിയാലും തലയിൽ ഇങ്ങനെ കിടന്ന ആ സിനിമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തലത്തിലേക്ക് അതിനെ എത്തിച്ചത് ആസിഫ് അലിയുടെ അപാരമായ ഒരു അഭിനയ സിദ്ധിയാണ്. ഞാൻ വിചാരിച്ചത് അതിൽ വിജയരാഘവൻ കൂടി ആ സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ വിജയരാഘവൻ്റെ കാര്യം കൂടി ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ കാരണം അത് ഒരു കാര്യമില്ല. കാരണം അത്രയധികം പ്രതിഭകളുണ്ട്, അത്രയധികം സിനിമകളുണ്ട്. അർഹതയില്ലാത്ത ആരെങ്കിലും ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് പറയാവുന്ന ഒരു സാഹചര്യവുമില്ല. പിന്നെ തീർച്ചയായും
അതിനുശേഷം ഇതെല്ലാം പറഞ്ഞതിന് ശേഷമേ ഞാൻ തൽക്കാലം മമ്മൂട്ടിയുടെ നേട്ടത്തിലേക്ക് വരുന്നുള്ളൂ. കാരണം ഭ്രമയുഗം എന്നുള്ളത് ഒരു വലിയ പരീക്ഷണ സിനിമയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാതെ ഇരിക്കാം, പക്ഷേ അദ്ദേഹം ആ സിനിമയിൽ അഭിനയിക്കുകയും അദ്ദേഹം എല്ലാ കാലത്തും അത്തരത്തിലുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഒരു മൈൽ സ്റ്റോൺ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം എന്നത് ഇപ്പോൾ ഭ്രമയുഗം പോലെ ഒരു സിനിമ അതുവരെ മലയാളത്തിലില്ല. അങ്ങനെ ഒരു സിനിമയിലാണ് അദ്ദേഹം ആ ക്യാരക്ടർ ചെയ്യുന്നത്. അത് ഇനി എത്ര കാലം മലയാള സിനിമയുള്ള അത്രയും കാലം ഈ പ്രേക്ഷകൻ്റെ മനസ്സിൽ അത്രമേൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു കഥാപാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഈ സിനിമയുടെ കാര്യം മാത്രം നമ്മൾ എടുത്താൽ പോരാ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, പ്രകാശ് രാജ് പറഞ്ഞ ഏറ്റവും ഗംഭീരമായ വാക്കുകളാണ്. അതായത് നാഷണൽ ജൂറി മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അത് ഏതെങ്കിലും വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതല്ല. നമുക്ക് മുന്നിൽ തെളിവുകളായി സിനിമകളുണ്ട്. അതായത് പേരൻപൂ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ എത്ര സിനിമകളാണ്. നൻപകൽ നേരത്ത് മയക്കമായിക്കോട്ടെ, പുഴു ആയിക്കോട്ടെ, റോഷാക്ക് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കഴിഞ്ഞ കാലത്ത് ഈ കടന്നുപോയ സിനിമകളിൽ നിന്നെല്ലാം നമ്മൾ പലതും പ്രതീക്ഷിക്കുകയാണ് മമ്മൂട്ടിക്ക് ആ നിലയ്ക്കുള്ള ഒരു അംഗീകാരം കിട്ടുമെന്നുള്ളത്. പക്ഷേ ആ നിലയ്ക്ക് ദേശീയ അവാർഡ് ജൂറി പരിഗണന കൊടുക്കുന്നില്ലെങ്കിൽ കൂടി അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ അംഗീകാരം എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ഈ ദേശീയ അവാർഡ് ജൂറി ആ നിലയ്ക്ക് പരിഗണിച്ചാലാണ് കുഴപ്പം. പക്ഷേ പ്രകാശ് രാജിൻ്റെ ജൂറി ഇവിടെ പരിഗണിക്കുന്നു എന്നുള്ളതിലും ആ ഒരു സൗന്ദര്യമുണ്ട്. കാരണം തീർച്ചയായും ആ പെർഫോമൻസ് തന്നെയാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇവിടെയുള്ള ഈ ബാക്കി ആ പട്ടിക മുഴുവൻ എടുത്ത് നോക്കിക്കോളൂ. യങ്സ്റ്റേഴ്സിൻ്റെ ഒരു കളിയാണ്, യുവത്വത്തിൻ്റെ ഒരു കളിയാണ് ശരിക്കും മലയാള സിനിമ. അതായത് മലയാള സിനിമയുടെ ഇനി അങ്ങോട്ടുള്ള ഭാവിയെക്കുറിച്ച് വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു അവാർഡ് പ്രഖ്യാപനമാണ് ഈ നടന്നിരിക്കുന്നത്. അതിൽ നമ്മളിതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ചെറുപ്പക്കാരനായി മത്സരിക്കാൻ മമ്മൂട്ടി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം. മമ്മൂട്ടി ഇനിയും വരാനിരിക്കുകയാണ്, മികച്ച സിനിമകൾ അദ്ദേഹത്തിൻ്റെത് വരാനിരിക്കുകയാണ്. കൂടുതൽ മമ്മൂട്ടിയെക്കുറിച്ച് മലയാളി പ്രേക്ഷകർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഈ അവാർഡ് എന്നുള്ളത് ഒരു ആ നിലയ്ക്കുള്ള കൗതുകം കൂടി സമ്മാനിക്കുന്നുണ്ട്. പിന്നെയുള്ള ഒരു അവാർഡ് എനിക്ക് കൗതുകകരമായി തോന്നിയത് വേടന് കിട്ടിയ അവാർഡാണ്. കാരണം വേടൻ്റെ ആ വരികൾ അത് ഈ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ചില വരികൾ കുറിച്ചിട്ട് പോകുമല്ലോ മലയാള സിനിമാ സംഗീതം. അത് വേടൻ ഒരിക്കലും ഒരു സിനിമാ പാട്ടെഴുത്തുകാരനല്ല, സിനിമാ സംഗീത സംവിധായകനല്ല, സിനിമാ പാട്ടുകാരനുമല്ല. അദ്ദേഹം ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യനാണ്, സ്വതന്ത്രമായി പാട്ടുകൾ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം സിനിമയിലേക്ക് വളരെ അപൂർവമാണ് വരുന്ന സിനിമകളിലെല്ലാം അദ്ദേഹം മികച്ച സംഭാവനകൾ നൽകിയിട്ട് പോകുന്നുമുണ്ട്. ഇതിനു മുമ്പ് അദ്ദേഹം സിനിമയിൽ ചെയ്തിട്ടുള്ള പാട്ടുകളായാലും എല്ലാം മനസ്സിൽ നിൽക്കുന്ന വളരെ കുറച്ച് പാട്ടുകളാണ് ആ നിലയ്ക്ക് സിനിമയിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ മനസ്സിൽ നിൽക്കുന്നതാണ്. ഇത് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നുള്ള ഒറ്റ വരിയിൽ തന്നെ, അതായത് ഒരു അധ്വാനിക്കുന്നവൻ്റെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ എല്ലാ വികാരങ്ങളും ആ ഒരൊറ്റ വരിയിലുണ്ട് എന്നുള്ളതാണ്. അത് കാരണം അത് ഒരു മുദ്രാവാക്യം പോലെ തിളങ്ങുന്ന വരികളാണ്. ആ പാട്ടിന് അവാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജൂറി ഗംഭീരമാണ്. കാരണം ആ ജൂറി ആ നിലയ്ക്ക്, കാരണം മലയാളത്തിൽ ഒത്തിരി നല്ല പാട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നല്ല പാട്ടുകൾ വരാത്ത വർഷമൊന്നുമല്ല, പക്ഷേ നല്ല പാട്ടുകൾ ധാരാളം വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വേറിട്ട് നിൽക്കുന്ന, തീർച്ചയായും ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ട, മുമ്പോട്ട് മലയാള സിനിമയുടെ സിനിമാ സംഗീതത്തിൻ്റെ പാട്ടെഴുത്തിൻ്റെയൊക്കെ കുതിപ്പിന് പ്രേരകമാകുന്ന വരികൾ തന്നെയാണ് ആ വരികൾ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. കാരണം അത് ആരെയാണ് അത് ഉത്തേജിപ്പിക്കുന്നത് എന്ന് നോക്കിയാൽ അത് കേരളത്തിലെ ഏറ്റവും യുവതലമുറയെ, ഏറ്റവും ചെറുപ്പക്കാരെ, ഏറ്റവും യങ്സ്റ്റേഴ്സിനെ ആണ് അത് ഏറ്റവും ഉത്തേജിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പരിഗണന കിട്ടുക എന്ന് പറയുന്നത്, അത് എല്ലാ അർത്ഥത്തിലും എല്ലാവരും അത് ആസ്വദിക്കുന്നു എന്ന് പറയുന്നത്, ജൂറിക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത് ആ നിലയ്ക്ക് ആ അവാർഡിനെയും ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ഇത്തവണത്തെ ജൂറി അവാർഡ്, ഇത്തവണത്തെ മലയാളം സ്റ്റേറ്റ് അവാർഡ്, സിനിമ അവാർഡ് എന്ന് പറയുന്നത് സമ്പന്നമാണ്, തൃപ്തികരമാണ് എന്നൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു. ഇപ്പോൾ ടൊവിനോയ്ക്കും അവാർഡുണ്ട്, ആസിഫ് അലിക്ക് അവാർഡുണ്ട്, സൗബിന് അവാർഡുണ്ട്, അങ്ങനെ എല്ലാ ജ്യോതിർമയിക്ക് അവാർഡുണ്ട്. അങ്ങനെ വലിയ ഒരു താരനിര ഇത്തവണ അവാർഡ് വാങ്ങാൻ എത്തുന്നു. ഇനിയും മലയാള സിനിമയുടെ ഭാവി അല്ലെങ്കിൽ മലയാള സിനിമയുടെ കുതിപ്പിന് ഈ അവാർഡ് പ്രഖ്യാപനം ഒരു പ്രേരകമാവട്ടെ എന്നാണ് പറയാനുള്ളത്. ഉറപ്പായി എനിക്കൊരൊറ്റ വരി മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ സുജിത് ചന്ദ്രൻ കയറുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞൊരു കാര്യം, ഈ വർഷം മമ്മൂട്ടി ആസിഫ് അലിയുമായും
ടോവിനോയുമായി മത്സരിച്ചു. അടുത്ത വർഷം മോഹൻലാലിന്റെ മകനുമായി മത്സരിക്കാൻ പോവാണ്. DS ഇറയും കണങ്കാവലും ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പം മമ്മൂട്ടി ആരാധകരും മമ്മൂട്ടിയും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഓരോ ചെറുപ്പക്കാരോടും. അല്ല, അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഡയലോഗ് കണ്ടായിരുന്നോ? അത് സിനിമയ്ക്ക് ഇതിന് ശേഷം നമ്മുടെ സൈഫ് നിസ ചോദിക്കുന്നുണ്ടല്ലോ, ഈ ചെറുപ്പക്കാർ എന്താണ് പുതുതലമുറയുമായിട്ടാണോ മത്സരം? അപ്പം ഞാൻ പുതുതലമുറയല്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംശയം. ഈ ചെറുപ്പം അദ്ദേഹം എല്ലാ അർത്ഥത്തിലും നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് വലിയ മെസ്സേജ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എന്നുള്ളതുമാണ്. എന്തായാലും ഉറപ്പായി ഗംഭീരമാവും ഈ അവാർഡ് സമ്മാനിക്കുന്ന ചടങ്ങ് എന്നുള്ളതാണ് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത്. ഭീതിയും ദുരൂഹതയും തീരാത്ത ഇരുട്ടും പിന്നെ ഉമ്മറത്ത് ഉലാത്തുന്ന ചാത്തനടക്കമുള്ള കൊടുമൺ മനയിൽ കറുപ്പിലും വെളുപ്പിലും ഈന്തിയാവാൻ മാപ്പരും നടികരുടെ പെരുങ്കളിയാട്ടമായിരുന്നു ബ്രഹ്മയുഗത്തിൽ. ആ അതിശയ നടനത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം തേടിയെത്തുമ്പോൾ മമ്മൂട്ടിയെപ്പറ്റി നമ്മൾ ഇനി എന്ത് വിശേഷണം പറയാനാണ്? ഒരിക്കൽ കൂടി മമ്മൂട്ടിയുടെ കയ്യിലെത്തുമ്പോൾ പുരസ്കാരങ്ങളുടെ ഘനവും ഗിരിമയും കൂടുന്നു എന്നല്ലാതെ മലയാള സിനിമയുടെ പ്രതിഭാ ധാരാളിത്തത്തെപ്പറ്റി നമുക്ക് അഭിമാനം തോന്നും. ഇത്തവണത്തെ പുരസ്കാര പട്ടിക കണ്ടാൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയിലൂടെ കരസ്ഥമാക്കിയ യുവപ്രതിഭ ഷംല ഹംസ മുതൽ 10 പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ മഞ്ഞുമൽ ബോയ്സിന്റെ അണിയറക്കാർ വരെ പേരെടുത്തു പറഞ്ഞാൽ തീരില്ല. എല്ലാ സംസ്ഥാന പുരസ്കാര ജേതാക്കൾക്കും RDXന്റെ സ്നേഹാഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ. ഇടവേള.